ക്ഷീരദിനം ആചരിച്ചു. ശൂരനാട് വടക്ക് കളിക്കത്തറ 89D ആക്കോസ് ക്ഷീരസംഘത്തിലാണ് ദിനാചരണം നടത്തിയത്. ക്ഷീരദിന പ്രതിജ്ഞയും എടുത്തു. ആദരവും സംഘടിപ്പിച്ചു. ക്ഷീരപ്രവൃത്തിയുടെ പ്രോത്സാഹനത്തിനും ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗുണനിലവാരമുള്ള ഉത്പാദനത്തിനും ക്ഷീരമേഖലയിൽ സുസ്ഥിരമായ തൊഴിൽ, വരുമാനം എന്നിവ ഉറപ്പാക്കുന്നതിനും സമഗ്ര വികസനത്തിനും ഗുണനിലവാരമുള്ള ക്ഷീരോത്പാദനത്തിനും ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ക്ഷീരദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജു ക്ഷീരദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അവരുടെ കഷ്ടപ്പാടിനൊക്കെ വേണം ഒരു വേതനം അവർക്ക് ലഭിക്കുന്നില്ല, അത് വാസ്തവമാണ്. കാരണം അവർ പശുക്കളെ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുകയും അതിന്റെ നമുക്കറിയാം, അതിന്റെ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കുമൊക്കെ നല്ല കാലത്തീറ്റയ്ക്കൊക്കെ നല്ല ചെലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ കഷ്ടപ്പെടുന്നതൊക്കെയാണ് ഒരു വേതനം അവർക്ക് ലഭിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും ക്ഷീരകർഷകർക്ക് നൽകാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ക്ഷീരകർഷകർക്ക് വേണ്ട എല്ലാ ഭരണസമിതി എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലോക ക്ഷീരദിനം ഉദ്ഘാടനം ചെയ്തത്. ക്ഷീരസംഘം പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലോക ക്ഷീരദിനം 1991 മുതൽ ആചരിച്ചു തുടങ്ങിയതാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ക്ഷീര കർഷകരെ അവരുടെ ഉന്നമനം, അവരെ ഒരു അംഗീകരിക്കൽ ഒക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ആഹ്വാനപ്രകാരമാണ് ഇങ്ങനെ ഈ ലോക ക്ഷീരദിനം ആചരിച്ചു തുടങ്ങുന്നത്. സംഘം വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ, ബിജു പട്ടാര, ഗ്രീഷ്മ ഗോപൻ, ബിന്ദു അനിൽകുമാർ, ബോർഡ് അംഗങ്ങളായ തുളസീധരൻ പിള്ള, ഗോപാലകൃഷ്ണപിള്ള, സെക്രട്ടറി ഇൻചാർജ് മണിയൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി അലക്സ് വനിതാ കർഷകരെ ആദരിച്ചു. ദിനമായിട്ട് നാം ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന 1991 ആദ്യമായി പ്രഖ്യാപിച്ച് ഈ ഒരു ആചരണം തുടങ്ങിയത്. ഇന്ന് ഏകദേശം 35ാമത്തെ വർഷമാണ് ഈ ക്ഷീരദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ക്ഷീരദിനം ആചരിക്കുമ്പോൾ കാർഷിക മേഖലയിൽ എല്ലാ കാർഷിക മേഖലകളിൽ നിന്നും ആളുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കാർഷിക മേഖലയിൽ ആയിക്കൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കൂടുതൽ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞു, പഞ്ചായത്ത് തലത്തിൽ തന്നെ നല്ല നല്ല പ്രോജക്റ്റുകൾ വെച്ചിട്ട് ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ബ്ലോക്ക് തലത്തിലായാലും ഉള്ള പ്രോജക്റ്റുകളിലെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ എല്ലാ കാർഷിക ന്യൂസ് ബ്യൂറോ ശൂരനാട്.